കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രത്തോളം തീവ്രമാണിത് ഈ പ്രതിഭാസം? റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം കേരള തീരത്ത് ഉയർന്ന തിരമാലകളും കടലാക്രമണവും ഉണ്ടാവുകയും വൻ നാശനഷ്ടവും ഉണ്ടായ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സമാനമായ സാഹചര്യം ഉണ്ടായേക്കും എന്നൊരു സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുഖേന ഇപ്പോൾ ലഭിക്കുകയാണ്. ഇതിൽ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരത്ത് 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾക്ക് സാധ്യതയുണ്ട്, കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, ഒപ്പം കൂടുതൽ ജാഗ്രത മത്സ്യത്തൊഴിലാളികളും തീരമേഖലയിലുള്ളവരും പാലിക്കണം എന്നതുകൂടി നിർദ്ദേശമായി വരുന്നു. 1/2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കാണ് സാധ്യത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികളുടെ കാര്യമാണ്. മത്സ്യബന്ധനത്തിന് വിലക്കില്ല, പക്ഷേ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴും വരുമ്പോഴുമുള്ള ശ്രദ്ധ വേണം എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യബന്ധന യാനങ്ങൾ കൃത്യമായി കെട്ടിയിടാത്തത് മൂലം വലിയ നാശനഷ്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ ശ്രദ്ധ വേണം എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. നാളെ ഇത്തരത്തിലുള്ള കടലാക്രമണ സാധ്യത പ്രവചിക്കപ്പെടുന്നത്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.